എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വീണ്ടും വർഗീയത പ്രചരിപ്പിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചാനലുകളിലൊക്കെ മെയിൻ വാർത്തയാണിത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, ഗുരുവായൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രചരണാർത്ഥം ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. അതാണ് ഈ കാരണം. ആ ഫ്ലെക്സില് 1977 മുതൽ ഇപ്പോഴുള്ള MLAയുടെ പേര് വരെ ഉണ്ട്. കഴിഞ്ഞ 50 വർഷത്തെ ഗുരുവായൂർ മണ്ഡലത്തിലെ MLAമാരുടെ പേര്, ഇപ്പോഴത്തെ MLAയുടെയും പേര്. അതിന്റെ താഴെ 2026 ഒരു ചോദ്യചിഹ്നം, അതായത് 2026 ആര് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഫ്ലെക്സിന്റെ ഒരു സൈഡില്. ഇപ്പുറത്തെ സൈഡില് 50 വർഷത്തെ അവഗണന, ഇത് മാറണം, മാറ്റത്തിനായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലെക്സ്. ഇതിലെവിടെയാ വർഗീയത? ഇത്രയാണ് ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. ഇതിലെവിടെയാ വർഗീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കണം. അതിലെന്താണ് ഇത്ര വർഗീയത കാണാനുള്ളത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ ആ ഫ്ലെക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിയുടെ കളറാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ കളറ് ആ ഫ്ലെക്സിന്റെ ബാക്കിൽ വന്നു എന്ന് വെച്ചെടുത്ത് വല്ല വർഗീയതയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാനലിലാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു ഫ്ലെക്സ് വെക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിയുടെ കളർ വെച്ചിരിക്കും. അത് സ്വാഭാവികമാണ്. അതിലിപ്പോ ഇത്ര വർഗീയതയുള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു സൈഡില്, പച്ച സൈഡില് കഴിഞ്ഞ 50 വർഷമായിട്ട് ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരും, ഇപ്പുറത്തെ സൈഡില് ആദ്യം പറഞ്ഞ വാക്കുകളും 50 വർഷത്തെ അവഗണന, ഇത് മാറണം, മാറ്റത്തിനായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഈ വാക്കുകളുമാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് നമ്മളുടെ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്ന വർഗീയത പ്രചരിപ്പിക്കുന്നതെന്ന് തന്നെ മനസ്സിലായില്ല. ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന MLAമാരുടെ പേര് പറയാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? അവര് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനം ഏറ്റെടുത്ത വ്യക്തികളാണ്. അവരുടെ പേര് പ്രചരിപ്പിക്കരുതെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? അതോ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിയുടെ കളറ് ബാക്ക്ഗ്രൗണ്ട് ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും നിയമമുണ്ടോ? അതാക്കിയിട്ടുണ്ടെങ്കിൽ വർഗീയതയാവും എന്ന് പറയാൻ എവിടെയെങ്കിലും നിയമമുണ്ടോ? എന്താണ് മാധ്യമങ്ങൾ ഇതിൽ വർഗീയത കണ്ടതെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞില്ല. ഇത് ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വപ്നതുല്യമായ വിജയം നേടി കേരള നിയമസഭയിൽ 10 കൂടുതൽ MLAമാരെ ഉണ്ടാകുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവര് കൊടുക്കുന്ന ഓരോ പ്രചരണങ്ങൾ എങ്ങനെയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയെ NDA ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഈ ഫ്ലെക്സിൽ എവിടെ വർഗീയത? ഇത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഫ്ലെക്സിൽ ഒരു വർഗീയത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം.